അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ജലസ ഫീ മജ്ലിസിൻ ഫകസുറ ഫീഹി ലഅതുഹു ഫഖാല ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ പ്രാർത്ഥന, ഇത് സദസ്സുകളിൽ നിന്ന് നമ്മൾ പിരിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ നാട്ടില് സാധാരണ ഒരു ചൊല്ലുണ്ട്, ഒന്നിച്ചിരുന്നാൽ ഉലക്കയും വിഴുങ്ങും എന്നുള്ളത്. മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ പിന്നെ അവിടെ നടക്കാത്ത കാര്യങ്ങളില്ല. വർത്തമാനങ്ങൾ പലപ്പോഴും കാലാവസ്ഥയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അവസാനിക്കുന്നത് പലപ്പോഴും അയൽവാസിയുടെ അടുക്കളയിലോ അല്ലെങ്കിൽ നാട്ടിലെ രാഷ്ട്രീയത്തിലോ ആയിരിക്കും പലപ്പോഴും സംസാരങ്ങൾ അവസാനിക്കാറുള്ളത്. നമ്മളിലധികം പേരും സദസ്സുകളെ കൂടിയിരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഒന്ന് കൂടിയിരുന്ന് സംസാരിക്കുക, ഒന്ന് കമ്പനി കൂടുക എന്നുള്ളതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ സാധാരണ ഉണ്ടാവുന്നതാണ്. അത് പലപ്പോഴും പല ആളുകളും ആഗ്രഹിക്കുന്നതുമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെങ്ങാനും കൂടിയിരുന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റു എന്തിനെങ്കിലും ഒന്ന് കൂടിയിരിക്കുക, അല്ലെങ്കിൽ ഒരു കല്യാണ പാർട്ടിയിൽ എന്ത് ചെയ്യാണ് നമ്മൾ ഇരിക്കുക, ആ ഇരുന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചില അദൃശ്യമായ ചാനലുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവും. ബ്രേക്കിംഗ് ന്യൂസുകൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആ സംസാരത്തിന്റെ 10-ാം മിനിറ്റിൽ അദ്ദേഹത്തിന്റെ കുറ്റങ്ങളിലേക്ക് വണ്ടി പാളം തെറ്റിപ്പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കാറുണ്ട്. ചില ആളുകൾക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ കിട്ടുന്ന ഒരു സമയം, അതൊരു സുഖമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതിന് ആ ഒരു സുഖത്തെ വെല്ലാൻ മറ്റൊന്നിനും സാധിക്കാത്ത അത്ര സുഖം കാണുന്ന ആളുകൾ ഇങ്ങനെയുള്ള സംസാരത്തിലുണ്ട്. പക്ഷേ ആ സുഖത്തിന് പിന്നിൽ ഒരു വലിയൊരു അപകടമുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറന്നുപോകുന്നുണ്ട്. വലിയ അപകടമുണ്ട്. എന്താണത് വലിയ അപകടം? നമ്മൾ പോലും അറിയാതെ നമ്മുടെ നന്മകൾ ധൂളികളായിട്ട് അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ പറന്നെടുപ്പോകും. നമ്മൾ പോലും അറിയില്ല. ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും അവസാനം പറഞ്ഞിങ്ങനെ പോയി അവസാനം നമ്മൾ ചെയ്തിട്ടുള്ള അന്ന് നിസ്കരിച്ച നിസ്കാരം പോയിട്ടുണ്ടാവും, അന്ന് ചെല്ലിയിട്ടുള്ള ദിക്റും പോയിട്ടുണ്ടാവും, അന്ന് ചെല്ലിയിട്ടുള്ള പല പുണ്യപ്രവർത്തനം ഈ സംസാരത്തിലൂടെ ധൂളികളായിട്ട് എന്നിട്ടുണ്ടാവും പോകുന്നുണ്ട്. ഇത് വലിയൊരു അപകടം. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ പ്രസക്തി. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? മൻ ജലസ മിൻ മജ്ലിസിൻ, ആരെങ്കിലും ഒരു കമ്പനിയിൽ ഇരിക്കുകയാണ്, ഒരു കൂടിയിരിക്കുകയാണ്, കമ്പനി കൂടാൻ ഇരുന്നു, എന്നിട്ടോ ഫകസുറ ഫീഹി ലഗതുഹു, ആ കമ്പനിയിൽ ആ കൂടിയിരിക്കുന്നതിൽ ആ സദസ്സിൽ ഒരുപാട് സംസാരങ്ങൾ, കുറെ സംസാരങ്ങൾ എന്ത് ചെയ്ത് അങ്ങനെ സംസാരിച്ചു. ഫഖാല ഖബ്ല അൻ യഖൂമ മിൻ മജ്ലിസി ദാലിക, അങ്ങനെ അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കുറെ സംസാരങ്ങൾ അവന്റെ ഈ മജ്ലിസിൽ അവൻ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് അവൻ പറയേണ്ട ഒരു വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. എന്താണ് പറയേണ്ടത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇത് അവൻ പറയാതെ എഴുന്നേൽക്കരുതെന്ന്. ഇതെങ്ങാനും പറഞ്ഞ് എഴുന്നേറ്റാലോ ഇല്ലാ ഗുഫിറ ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക, ആ മജ്ലിസിൽ അവന്റെ
അവന്റെ ആ സംസാരത്തിൽ വന്നിട്ടുള്ള പിഴവുകൾ ഉണ്ടല്ലോ, അവൻ അറിയാതെ വന്നു പോകുന്ന പിഴവുകൾ, ആ പിഴവുകളൊക്കെ കുറ്റങ്ങളൊക്കെ ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് എന്ത് ചെയ്യും? പൊറുക്കപ്പെടുന്ന. എന്താ ഈ പ്രാർത്ഥന? സുബ്ഹാനക്കല്ലാഹുമ്മ സുബ്ഹാനക്കല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ആരാധനക്കർഹൻ നീ മാത്രമുള്ളൂ, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്, എനിക്ക് നീ പൊറുത്തു തരണേ. വഅതൂബു ഇലൈക, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സംസാരത്തിൽ വന്നിട്ടുള്ള പിഴവുകൾ ഉണ്ടല്ലോ, അവൻ അറിയാതെ വരുന്ന പിഴവുകൾ, അതൊക്കെ ഒരൊറ്റ ഇതിൽ കൂടെ എന്ത് ചെയ്യും? അല്ലാഹ് പൊറുത്തിരുന്ന. എന്നാൽ ചില ആളുകളുണ്ട് എന്ത് നല്ല രൂപത്തിൽ ഭംഗിയായിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഭംഗിയായിട്ട് ദൂരെ വിട്ടു പോകുന്ന ആളുകൾ. അള്ളാഹിനെ പറ്റിക്കാൻ നോക്കരുത് കേട്ടോ, അള്ളാഹിനെ പറ്റിക്കാൻ നോക്കരുത്. ഭംഗിയായിട്ട് ആളുകളെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയും. എഴുന്നേൽക്കുന്നതിന് മുമ്പ് വളരെ ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലും. അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയാം. നമ്മളെ കുറിച്ച് അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സ്വയം വഞ്ചിതരാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? മാറരുത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.